എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 14-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? സ്വകാര്യ മേഖലയിൽ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. സ്വകാര്യ മേഖലയിൽ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏതാണ്? ഡൽഹിയാണ്. ഇതും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ഓർത്തിരിക്കുക, മറന്നു പോകരുത്, എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഞാൻ ഒരിക്കൽ കൂടെ ചോദ്യം വായിക്കാം. പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക പുരസ്കാരത്തിന് അർഹനായതാരാണെന്നാണ് ചോദ്യം. ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റിനോട് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ്? പൂന്താനം സ്മാരക പുരസ്കാരം നൽകുന്നത് ആരാണ്? പൂന്താനം സ്മാരക സമിതി. സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർത്തിരിക്കുക. ഇതും ഇമ്പോർട്ടന്റ് ആണേ. അപ്പൊ നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം, 1 കോടി വീടുകളിൽ സോളാർ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ സബ്സിഡി വൈദ്യുതി പദ്ധതി. 1 കോടി വീടുകളിൽ സോളാർ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ സബ്സിഡി വൈദ്യുത പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഭവനം. എന്താണ്? പ്രധാനമന്ത്രി സൂര്യഭവനം. ഓക്കെ, നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം എന്താണ്? സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് കേരള സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമം ഏതാണ്? ഞാൻ ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമം സ്നേഹഗ്രാമം. ഓക്കെ, അപ്പൊ ഇതില് വേറൊരു ക്വസ്റ്റിനോട് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ്? സ്നേഹഗ്രാമം എന്നത് ഏത് വകുപ്പിന് കീഴിലാണ് നടക്കുന്നത്? ഏത് വകുപ്പിന് കീഴിലാണ്? കേരള സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ്. വേറൊരെണ്ണം കൂടെ കിടപ്പുണ്ട്. എന്താണ്? സ്നേഹഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ. ആ പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കുക. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലുള്ള ആരെയാണ്? ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്നേഹഗ്രാമം പദ്ധതി ആരംഭിച്ചത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്കും ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഇതിൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെയും ചോദിക്കാം. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. കാരണം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്നേഹഗ്രാമം പദ്ധതി ആര് നടപ്പാക്കിയത്? കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കിയത്. ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ആറാമത്തെ ചോദ്യം, സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കുവാനായി 2024 ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കുവാനായി 2024 ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണേത്? പേസ് എന്ന ഉപഗ്രഹം. എന്താണ്? പേസ് എന്ന ഉപഗ്രഹം. ക്രിക്കറ്റ് കളിക്കുന്നവരും ക്രിക്കറ്റിന് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈസിയാണ്. കാരണം പേസ് ബോളിംഗ്, ഫാസ്റ്റ് ബോളിംഗിന് പേസ് ബോളിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ആ പേസ് ഓർത്ത് വെച്ചിരുന്നാലും മതി, ഈസി ആണല്ലോ. ഓർത്തിരിക്കണം, എങ്ങനെയെങ്കിലും ഒക്കെ ഓർത്തിരിക്കണം. ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ 6 ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. 6 ചോദ്യവും നന്നായി പഠിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഈ ക്ലാസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഓക്കെ, താങ്ക് യു.